ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. അതായത് മനുഷ്യന്മാർക്ക് എല്ലാവർക്കും വിജയിക്കാൻ ആവശ്യമാണ്, വിജയിക്കണം എന്നുള്ള ചിന്തക്കാരിക്കുക. അപ്പോൾ നമ്മൾ ദുനിയാവിൽ നമ്മൾ വിജയിക്കുന്നുണ്ട്, പല കാര്യത്തിലും നമ്മളെങ്ങനെ കഴിക്കും, സക്സസ്ഫുള്ളാണ്. പക്ഷെ നമ്മൾ പരലോകത്തിൽ നമ്മൾ വിജയിക്കും. പരലോകത്ത് നമ്മൾ വിജയിക്കണം എന്നുണ്ടെങ്കിലേ പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുഅ്മിനൂൻ എന്ന് പറയുന്ന അധ്യായത്തിലേ കൃത്യമായിട്ട് അള്ളാഹു പറയുന്നുണ്ട്, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, സത്യം വിശ്വസിച്ച വിശ്വാസികൾ അവർ തീർച്ചയായിട്ടും വിജയിച്ചു കഴിഞ്ഞു. ഖദ് അഫ്ലഹ, തീർച്ചയായിട്ടും വിജയിച്ചു എന്നാണ് പറയുന്നത്. അവർ വിജയിച്ച് കഴിഞ്ഞവരാണ്. പിന്നെ അവരെ കുറച്ച് പ്രത്യേകതകൾ പറയുന്നുണ്ട്, സിമ്പിളായിട്ട് വേഗം പറഞ്ഞു തീർക്കാം. ഒന്ന്, അവർ ഭയഭക്തിയോട് നിസ്കരിക്കുന്ന ആൾക്കാരാണ്, കൃത്യമായിട്ട് നിസ്കരിക്കും. നിസ്കാരത്തിൻ്റെ ഭയഭക്തിയുടെ ഭാഗമായിക്കൊണ്ട് തന്നെ അവർ ആ വക്തിന് കറക്റ്റ് സമയത്ത് നിസ്കരിക്കും, ജമാഅത്തായിട്ട് നിസ്കരിക്കും, ശുദ്ധിയായിട്ട് നിസ്കരിക്കും. എല്ലാറ്റിലും ആ ഭക്തി ഉണ്ടാവും, അവരുടെ വസ്ത്രത്തിലുണ്ടാവും. നിസ്കാരം ഉണ്ടായതുകൊണ്ട് എല്ലാറ്റിലും ആ ഒരു സൂക്ഷ്മത ഉണ്ടാവും. അവർ അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന് തിരിഞ്ഞു കളയും. സമയം നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ടല്ലോ മനുഷ്യർ, അങ്ങനത്തെ അനാവശ്യ കാര്യങ്ങളിൽ തിരിഞ്ഞു കളയും. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഊഹിച്ചാൽ കിട്ടും. അതുപോലെ അവർ സക്കാത്ത് നൽകുന്ന ആളുകളാണ്. നിർബന്ധമായ ദാനധർമ്മങ്ങൾ അതെന്തായാലും അവർ ചെയ്തിരിക്കും. അവർ മോശപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്ന് അവരുടെ ഗുഹ്യാവയവങ്ങളെ സംരക്ഷിക്കുന്നവരാണ്. വ്യഭിചാരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അവർ സംരക്ഷിക്കപ്പെട്ടവരായിരിക്കും. വല്ല കരാറും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് പാലിക്കും. അമാനത്ത് വളരെ കൃത്യമായിട്ട് പാലിക്കും. അങ്ങനെയുള്ള ആളുകൾക്ക് അനന്തരമായിട്ട് ആ ഉന്നതമായ സ്വർഗ്ഗമാണ്. അവരാണ് വിജയിച്ചിരിക്കുന്നത്. ആഖിറത്തിൽ വിജയിക്കാനുള്ള ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിജയം ഉറപ്പാണ്. അത് ഖുർആൻ എഴുതി ഒപ്പിട്ട് തന്നാണ് ഇങ്ങനത്തെ ആൾക്കാർ വിജയിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈ തരത്തിൽ ആയിത്തീരാനുള്ള പരിശ്രമങ്ങളാണ് നമുക്ക് വേണ്ടത്. അതോട് കൂടിയിട്ട് നമുക്ക് ആഖിറത്തിൽ വിജയം ഏകദേശം എന്ത് ചെയ്യാൻ പറ്റും? ഉറപ്പിക്കാൻ പറ്റും. പലയിടത്തും ഇങ്ങനെ ചെയ്യുമ്പോൾ പലയിടത്തും നമുക്കില്ലേ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നില്ല. എന്തുകൊണ്ട്? മനുഷ്യൻ സൃഷ്ടിച്ചത് ആ രൂപത്തിലാണ്. അള്ളാഹു പറയുന്നുണ്ട്, മനുഷ്യനെ വളരെ കബദായിക്കൊണ്ട് സൃഷ്ടിച്ചെന്ന് പറയുന്നുണ്ട് ഒരിടത്ത്. അതുപോലെ മനുഷ്യൻ സൃഷ്ടിച്ചത് ആജിലായിട്ട് ധൃതിയുള്ളവനായിട്ടാണ് സൃഷ്ടിച്ചിരുന്നത് മനുഷ്യനെ. അതുപോലെ തന്നെ മനുഷ്യന് തെറ്റായ കാര്യങ്ങൾ, ഇന്ന നഫ്സ് അമ്മാറത്തലിസു എന്ന് വേറൊരു സ്ഥലത്ത് പറയപ്പെടുന്നുണ്ട്. നഫ്സ്, മനുഷ്യൻ്റെ മനസ്സ് തെറ്റായ കാര്യങ്ങളോട് കൂടുതലൊരു ചായ്വുണ്ട്. അത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യനെ ആ രീതിയിൽ ഭൂമിയിൽ സംവിധാനിച്ചിട്ട് അയച്ചതാണ്. അപ്പോൾ നമ്മൾ അള്ളാഹു പരീക്ഷിക്കുകയാണ്. അള്ളാഹുവിൻ്റെ മാർഗം ഇവിടെ ഇങ്ങനെ കാണിച്ചു തന്നിട്ട് ഈ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എത്രത്തോളം ക്ഷമയോട് കൂടി ഒരു മനുഷ്യൻ നിൽക്കുന്നുണ്ടോ എന്ന് ബലാ ചെയ്യും, നമ്മളെ പരീക്ഷിച്ചറിയും. ആ പരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? നമ്മൾ പരാജയപ്പെടുന്നത്. ഉദാഹരണം പറയുന്നുണ്ടെങ്കിൽ, ഒരു എക്സാമിന് ചോദ്യപേപ്പറിൽ ക്വസ്റ്റ്യൻ പല രീതിയിൽ വരും. എളുപ്പത്തിൽ ഉത്തരം എഴുതാൻ പറ്റുന്ന ആൻസർ ആയിരിക്കും, പക്ഷെ അത് വളച്ച് തിരിച്ച് ചോദിക്കും നമ്മളോട്. എത്രത്തോളം നമ്മൾ ആ ക്വസ്റ്റ്യന് എത്രത്തോളം ആ വിഷയത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടെന്ന് അറിയാനാണ് ആ ചോദ്യം എന്ത് ചെയ്യുന്നത്? മറിച്ചും തിരിച്ചൊക്കെ ചോദിക്കുന്നത്. ഒരേ കാര്യമായിരിക്കും. 1+1 എത്രയെന്നായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അത് പക്ഷേ വേറെ രീതിയിൽ ചോദിക്കും. ഒരു മാങ്ങ വേറൊരു മാങ്ങ, ടോട്ടൽ എത്ര മാങ്ങ ഉണ്ടെന്ന് ചോദിക്കും. ഉത്തരം 2 തന്നെയാണ്. 1+1 എത്രയെന്ന് ചോദിക്കണതും ഒരു ചാക്കിൽ 2 മാങ്ങ എന്ന് പകരം ഒരു ചാക്കിൽ ആദ്യം ഒരു മാങ്ങ ഇട്ടു, വീണ്ടും ഒരു മാങ്ങ ഇട്ടു, ഇപ്പോൾ ചാക്കിൽ എത്ര മാങ്ങയുണ്ട്? ഈ രീതിയിൽ ചോദ്യം വരും. എന്ന പോലെ അള്ളാഹു നമ്മളെന്ത് ചെയ്യുന്നുണ്ടാവും? വ്യത്യസ്തമായ രീതിയിൽ പരീക്ഷിക്കുന്നുണ്ടാവും. ഉത്തരമൊക്കെ എളുപ്പമാണ്. എന്താ ഉത്തരം? അള്ളാഹുവിൽ അഭയം പ്രാപിക്കുക. തെറ്റായ കാര്യമാണെങ്കിൽ അള്ളാഹുവിൽ അഭയം പ്രാപിക്കുക, കഴിഞ്ഞു. അത് പല രീതിയിൽ വരും നമ്മളടുത്ത്. അതാണ് അവിടെയൊക്കെ നമ്മളൊരു സൂക്ഷ്മത കാണിച്ച് നമ്മളങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ തവക്കൽ ചെയ്ത് മുമ്പോട്ട് പോയാൽ വിജയം നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റും. അതിനെന്താണെന്ന് വെച്ചാൽ പരിശുദ്ധ ഖുർആന് അത് നമ്മൾ കൈവിടാണ്ട്
കൃത്യമായിട്ട് എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. പ്രവാചകൻ്റെ ശൈലിയും പ്രവാചകൻ്റെ ചര്യയും പരിശുദ്ധ ഖുർആനും എപ്പോഴും സദാ നമ്മളിങ്ങനെ കൊണ്ട് നടന്നാൽ ശൈത്താൻ അത്ര പെട്ടെന്നൊന്നും നമ്മളെന്ത് ചെയ്യാൻ കഴിയില്ല, പരാജയപ്പെടുത്താൻ കഴിയില്ല.